എപ്പോഴെങ്കിലും കാണിക്കും. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു ഭാഗവും തടി കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. സീസണിലെ ആദ്യത്തെ ആപ്പിൾ മരം കണ്ടു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കുറവായതുകൊണ്ട് ചുമ്മാ ഞങ്ങൾ ഇന്ന് നടക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ താമസിക്കുന്ന ഈ ഒരു സ്ഥലം ഡാം ഫ്ലോസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞങ്ങൾ ചില ദിവസം ഡ്യൂട്ടിയൊന്നും ഇല്ലാത്തപ്പോൾ ഇതുപോലെ നടക്കാനായിട്ട് ഇറങ്ങും. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ നമ്മളിവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് ജോലി മാറി പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചുമ്മാ ഇവിടെയൊക്കെ ഒന്നും കൂടെ കാണാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ്. റോസ്മോള് പയ്യനെ നടന്നു തന്നെയുള്ളൂ. പിന്നെ ഇവിടെ അത്യാവശ്യം വെയിലുണ്ട് സമ്മറിൽ, അത് കാരണം വെയിലടിക്കുന്നുണ്ട്. ഇതുപോലുള്ള ചെറിയ വഴിയും കാര്യങ്ങളൊക്കെയാണ്. ചുമ്മാ എടുക്കുന്ന വീഡിയോ കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ വീടിൻ്റെ വാതിക്കൽ മുഴുവനും ചെടി. നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ കാട് പിടിച്ചെന്നും പറഞ്ഞ് അവർ കട്ട് ചെയ്ത് കളയും. പിന്നെ ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സംഭവമൊക്കെ. നൈസ് കാർ പോർച്ച്. അവിടെ ഒരു മാൻ്റെ തല ഇരിപ്പുണ്ടല്ലേ, അത് ഒറിജിനൽ ആയിരിക്കും ഇവിടത്തേക്ക് ആയതുകൊണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ശരിക്കും ഒരു വീടിൻ്റെ ഒരു മോഡൽ. വീടിനോട് ചേർത്ത് ഒരു ഗ്യാരേജ് ഉണ്ടായിരിക്കും കാർ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഉണ്ടോ, ഇതൊക്കെ കുറച്ച് ഈ ഇടയ്ക്ക് പണിത വീടാണ്, റിനോവേറ്റ് ചെയ്ത വീട്. അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഉള്ളിലോട്ടൊന്നും കയറില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർക്കങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ല, നമ്മൾ അവരുടെ വീട്ടിലോട്ടൊന്നും കയറുന്നില്ല. ഇത് വീടിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കിൻഡർ ഹോം. അത് മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവും. ഇത് സമ്മർ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ മുഴുവനും കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ, ഇത് ലെവലാക്കി നല്ല ഭംഗിക്ക് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫൈൻ വരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് നടന്നിട്ടില്ല അല്ലേ, നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട്. പിന്നെ അത് അങ്ങോട്ടേക്ക് ശരിക്കും ഒരു ഫോറസ്റ്റാട്ടോ, മുഴുവനും മരങ്ങളാണ്. അതിൻ്റെ ഒരു അത് ശരിയാണ്, ഞാൻ നമ്മുടെ വീഡിയോയിൽ എപ്പോഴെങ്കിലും കാണിക്കും. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു ഭാഗവും തടി കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ താമസമില്ലെന്ന് തോന്നുന്നു അല്ലേ. ചില വീടുകളൊക്കെ ഇങ്ങനെ സെയില് ഇത് ചിലപ്പോൾ അവർക്ക് ഇടയ്ക്ക് വന്ന് താമസിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ഇതൊക്കെ ചിലത് സെയിൽ ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ വർഷങ്ങളോളം കിടക്കും. നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പോൾ വിൽക്കാനിട്ടാലൊന്നും പെട്ടെന്നൊന്നും വിറ്റ് പോകത്തൊന്നുമില്ല. കുറേ നാൾ കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ അത് സെയിലായി പോകത്തുള്ളൂ. ഈ മരം കൊണ്ട് അതുകൊണ്ട് ചിലപ്പോൾ താമസിക്കാൻ നല്ലതായിരിക്കും അതിൻ്റെ അകത്ത് അല്ലേ. എങ്ങനെയായിരിക്കും എന്നറിയില്ല. ഇതിപ്പോൾ എങ്ങോട്ടാണ് ഇത് വഴി ചെന്ന് കയറുന്നതെന്ന് അറിയാമോ? ഇത് കണ്ടോ, ഇവിടെ ആ മരം കൊണ്ട് തന്നെ മരം അവിടെ നിലനിർത്തിക്കൊണ്ട് നല്ലൊരു സംഭവം ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടാവും, നല്ല രസമാണ്. ഇവർ ഓരോ ആൾക്കാരും ഓരോ വീടും അവരുടെ ഫ്രണ്ടേജൊക്കെ ഭയങ്കര വ്യത്യസ്തമാക്കാനും മനോഹരമാക്കാൻ. അതേ ആപ്പിള്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഈ സീസണിലെ ആദ്യത്തെ ആപ്പിൾ മരം കണ്ടു. ഇതിങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഉണ്ടോ, ചെറുതായിട്ട് ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ മുഴുവനും ആപ്പിളായിരിക്കും. ഇവിടെ വന്നപ്പോൾ വേറൊരു ആപ്പിൾ മരവും കൂടെ കണ്ടു. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കയറ്റം കയറണം, ഇറങ്ങാൻ സുഖമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഹൗസ് ഓണറേയും പിന്നെ അറിയാവുന്നൊരു വീടെന്ന് പറയുന്നത് ഈ ഒരു വീടാണ് കേട്ടോ. അതും അവരാണ് ശരിക്കും
ഞങ്ങളിവിടെ വന്ന് താമസിച്ച സമയത്ത് ഞങ്ങൾക്ക് കട്ടിലൊക്കെ തന്നത്. നമ്മൾ പൈസ കൊടുത്തിട്ട് വെറുതെ അല്ല. ഹായ്, ഞങ്ങളിങ്ങനെ നടന്നു വരുമായിരുന്നു. അപ്പോൾ മടുത്തു. അപ്പോൾ അവിടുത്തെ കൊച്ചിനെ ഞങ്ങളറിയാം. അവൾ ഓടി വന്നു. അപ്പോൾ അവളോട്ട് വർത്താനം പറയുമായിരുന്നു. ഒരു കുഞ്ഞു വെച്ചാട്ടോ. പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കുന്നത് ശരിയല്ലത്. ആ കൊച്ച് പോകുന്ന ബസ് മിക്കപ്പോഴും ഞാനാണ് ഓടിക്കാറുള്ളത്. അങ്ങനെ പരിചയപ്പെട്ടോ. പിന്നെ അവരുടെ പേരൻസിനെയൊക്കെ നമുക്ക് ആ ഇറക്കത്തിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറി. അയ്യോ, ഒരു റൗണ്ട് അടിച്ച് ഞങ്ങൾ മടുത്ത്. ഞങ്ങൾക്കിവിടെ അങ്ങനെ വലിയ പരിചയക്കാരൊന്നുമില്ല. ആ ഒരു വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അവിടുത്തെ കൊച്ച് കണികളെ കണ്ടപ്പോൾ ഇറങ്ങി വന്ന് വർത്താനം പറയുമായിരുന്നു. അവർ മാത്രമാണ് ഞങ്ങൾക്ക് ആകെയുള്ള പരിചയം. ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. കുറച്ച് പണി നടക്കുവാണ് ഇവിടെ. നമ്മുടെ ഭാഗമല്ല, ഹൗസ് ഓണറൊക്കെ താമസിക്കുന്ന ഭാഗത്ത്. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ടാറ്റ പറയും. ഇതാണ് നമ്മുടെ സാമ്രാജ്യം. നമ്മുടെ ചെറുക്കിനോട് കിടപ്പുണ്ട്. നമ്മൾ മോൾ ഭാഗം കാണിക്കുവാണെങ്കിൽ നമ്മൾ പോയ ഭാഗം കാണിക്കാൻ പറ്റും അല്ലേ. മുകളിൽ നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റെയർ കയറി മുകളിൽ പോകണം. ഇതല്ലേ? അതെ. അവരാണല്ലേ അവിടെ ഇരുന്നത്. ഓക്കെ, ഇതാണ് കേട്ടോ. നമ്മൾ ഏകദേശം അപ്പുറ സൈഡിൽ നിന്ന് റൗണ്ട് അടിച്ച് ഇങ്ങനെ കറങ്ങി ഇപ്പറേ വന്നു. അതിൽ ആ താഴത്തെ വീട്ടിലെ അവരാണ് നമ്മളെ കണ്ടപ്പോൾ വർത്താനം പറഞ്ഞത്.